ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 18-ാം തീയതി, അതായത് 2017 മാർച്ച് മാസം 2-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 47 നാഴിക അശ്വതി, ബാക്കി ഭരണിയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവിയിൽ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, നമുക്ക് ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി അറിവുകൾ പകർന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. ഇന്നത്തെ കത്തിലേക്ക്. ഡിയർ ഡോക്ടർ കുടമാളൂർ ശർമാജി, അറിയുന്നതിന് ഞാനും എൻ്റെ കുടുംബവും സ്ഥിരമായി കാണുന്ന പ്രോഗ്രാമാണ് ദേവാമൃതം. ഈ എഴുത്ത് 5-ാമത്തേതാണ്. ഇതുവരെയും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ഇതിനെങ്കിലും മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറിനും സോണിയയ്ക്കും എൻ്റെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ അണിയർ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിങ്ങളോടും തിരിച്ച് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ മകൻ്റെയും മകളുടെയും കാര്യം അറിയുവാനാണ് ഇത് എഴുതുന്നത്. മകന് ജോലിയുണ്ട്, എന്നാൽ വേണ്ടത്ര പുരോഗതിയൊന്നുമില്ല. നല്ല വല്ല ജോലിയും കിട്ടുമോ? വിവാഹം എപ്പോൾ നടക്കും? ഡേറ്റ് ഓഫ് ബർത്തും മറ്റു ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട്. മകൾക്കൊരു ജോലിയുണ്ട്, നല്ല ജോലി വല്ലതും കിട്ടുമോ? വിദേശത്തേക്ക് പോകാൻ യോഗമുണ്ടോ? വിവാഹം എപ്പോൾ നടക്കും എന്ന് ചോദിച്ചിരിക്കുന്നു. ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട്. ഈ കത്ത് വായിക്കാതെ വേസ്റ്റായിട്ട് കളയരുതെന്ന് അപേക്ഷിക്കുന്നു. ബൈ ലില്ലി എറണാകുളം. ഇതാ വേസ്റ്റായിട്ട് കളഞ്ഞിട്ടില്ല. വളരെ നമ്മൾ മനഃപൂർവ്വം അങ്ങനെ കളയുന്നുമില്ല. സത്യം പറഞ്ഞാൽ മിക്കവാറും ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്, സമയപരിമിതി മൂലമാണ് നമ്മൾ പല കത്തുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത്. അത് ദയവായി ക്ഷമിക്കണം. ഇതാ എടുത്തിരിക്കുകയാണ് ശർമാജിയിലേക്ക്. പല എപ്പിസോഡുകളിലും കത്തുകൾക്ക് മറുപടിയായി പറഞ്ഞിട്ടുള്ളതാണ്, ലഗ്നത്തിൻ്റെ 9-ാം ഭാവം ഭാഗ്യസ്ഥാനം എന്ന് പറയുന്ന രാശി. ഇവിടെ 9-ാം ഭാവത്തിൽ മകന് വന്നിരിക്കുന്നത് കേതു എന്ന ശിരസറ്റ തമോ ഗുണത്തിൽപ്പെട്ട ഛായാഗ്രഹമാണ്. തലയില്ലാത്ത ഗ്രഹമാണ്. അത് പ്രത്യേകിച്ച് രൂപങ്ങൾ ഇല്ല. വിഷഗ്രഹമാണ്, തീഗ്രഹമാണ്. അത് ഭാഗ്യത്തെ ഹനിച്ചു കളയുന്നു. കഴിവിനും യോഗ്യതയ്ക്കും അർഹതയ്ക്കും പരിശ്രമത്തിനും അനുസരിച്ചുള്ള യഥാവിധി, യഥാകാല, യഥായോഗ്യ വിദ്യാഭ്യാസം, ഉദ്യോഗം എന്നിവ കിട്ടുന്നതിന് 32 വയസ്സ് വരെ, ചിലപ്പോൾ 37 വയസ്സ് വരെ കാത്തിരിക്കേണ്ടതായി വരും. പാപഗ്രഹങ്ങൾ പാപസ്ഥാനം ആവുന്ന, ഭാഗ്യസ്ഥാനമാവുന്ന 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞെന്നാൽ. ആയതിനാൽ 32, 37 ഇത്യാദി കൊല്ലങ്ങൾ മംഗളങ്ങൾ നടന്നിടും തക്കമേ നല്ലതല്ല. 32, 37 ഇത്യാദി കൊല്ലങ്ങൾ ഭാഗ്യാനുഭവങ്ങളും മംഗളങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. സ്ത്രീ രാശികളിൽ ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിന്നാൽ, പ്രത്യേകിച്ച് അത്യധികം പാപമൊന്നുമില്ലെങ്കിലും ശനി, സൂര്യൻ, ചൊവ്വ കുംഭൻ രാശിയിൽ, മകരം കുംഭൻ രാശികളിൽ നിന്നാൽ അത്ര പാപത്വമില്ല. കൂടെ സൂര്യൻ നിന്നതുകൊണ്ടും അത്ര പാപത്വമില്ല. ശനി നിന്നതുകൊണ്ടും ശനി ക്ഷേത്രമാവുന്നതുകൊണ്ട് പാപത്വമില്ല. എന്നാൽ 100ക്ക് 10% വീതം 30% 3 ഗ്രഹവും കൂടെ പാപങ്ങൾ നിൽക്കുന്നതിനാൽ മകൾക്കും ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, ഉദ്യോഗം, ധനസമ്പാദനം, മംഗല്യം, ഭാഗ്യം, ഉന്നതി, കഷ്ടപ്പെടുന്നതിനും പരിശ്രമത്തിനും അനുസരിച്ച് യഥാവിധി, യഥാകാലം, യഥായോഗ്യം ലഭിക്കേണ്ടതായ സാമ്പത്തിക സൗകര്യം, ഉദ്യോഗം, മംഗല്യം ഇത്യാദി കാര്യങ്ങൾക്ക് തടസ്സമോ തർക്കമോ കാലതാമസമോ നേരിടും എന്നുള്ളതിൻ്റെ വിശേഷ ലക്ഷണമാണ് ഈ പാപഗ്രഹങ്ങൾ 9-ാം ഭാവത്തിൽ നിൽക്കുന്നത്. സ്ത്രീപുരുഷ ഭേദമന്യേ 2 പേർക്കും തുല്യമായിട്ട് തന്നെ വരുമെങ്കിലും ഇപ്പം ഒരു ഇരട്ടപറ്റ സ്ത്രീ പുരുഷൻ കുട്ടികൾക്കാണെങ്കിൽ തന്നെ ആദ്യം വിവാഹം നടക്കുന്നത് പെൺകുട്ടികൾക്കായിരിക്കും. അത് കഴിഞ്ഞ് പുരുഷൻ നടക്കുകയുള്ളൂ. അതിൻ്റെ സാമൂഹ്യപരമായ കാരണങ്ങളാൽ സ്ത്രീകൾക്ക് ഒരല്പം നേരത്തെ തന്നെ ഈ പാപഭാരങ്ങൾ കണ്ടു തുടങ്ങുകയും അതുപോലെ തന്നെ പാപഭാരങ്ങളുടെ ശക്തി കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്നതാണ്. കേതു 9-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പേര് നക്ഷത്രം ചേർത്ത് മകന് ഭാഗ്യസൂക്തം ചൊല്ലുക. ഇത് മകൾക്കും മകനും ഈ ഭാഗ്യസൂക്തം നല്ലതാണ്. ഭാഗ്യസൂക്തം ചെയ്ത് സൂര്യഗായത്രി യന്ത്രം ധരിക്കുക. അതുപോലെ തന്നെ ഭാഗ്യസൂക്തം ചെയ്ത് വൈഡൂര്യം എന്ന കാറ്റ്സൈ രത്നം 2 കാരറ്റ് മകൻ ധരിക്കുന്നതും നല്ലതാണ്. ഉടൻ തന്നെ ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതിൻ്റെ ലക്ഷണമെങ്കിലും കാണിച്ചു തരും, അല്ലെങ്കിൽ പരിശീലകനായിട്ടെങ്കിലും എടുക്കും. തുടർന്ന് സർവീസിൽ സ്ഥിരതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാ മഹേ പ്രാതന്മിത്ര വരുണ പ്രാതരശ്വന പ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതിധീര്യോ വിധർത്ത ആത്ര ഛിദ്രം മന്യമാനസ്തുരഛിദ്രാജ ഛിദ്യം ഭഗം ഭക്ഷേത്യാഹ ഭഗപ്രണേതർഭഗസത്യരാതോ ഭഗേമാധ്യ ഉദവാദതെന്ന ഭഗ പ്രണോജനേ ഗോപിരശ്വേ ഭഗപ്പിനിർഭം നിർവന്ദസ്യാമ ഉദേദാനിം ഭഗവന്തസ്യാമോദ പ്രവിത്വ ഉദമധ്യേ അഹന്നാം ഉദോദിതാമഖവന്ധൂരസ്യ വയം ദേവാനാം സുമുദൗ സ്യാമ ഭഗയേവ ഭഗവസ്തു ദേവാസ്തേന വയം ഭഗവന്തസ്യാമ തദ്വാ ഭഗ സർവയിജ്യോഹവീതി സനോ ഭഗപുര ഏതാ ഭവേഹ സമധ്വരായോഷസോനമന്ദ നിധിക്രാവേവ ശുചയേ പതായ അർവാചീനം വസുവിതം ഭഗനോരഥമിവാശ്വാ വാതിന ആവഹന്തു അശ്വാവതിർഗോമതീർണ ഉഷാസോ വീരവതി സതമുച്ഛന്തു ഭദ്രാ കൃതദ്ദുഹാനാ വിശ്വത പ്രപീത യൂയം പാതസ്വസ്തിഭിസ്സദാന വ്യോമാമഗ്നേ ഭാഗിനം സന്തമഥാഭാഗം ചികീർഷതി അഭാഗം അഗ്നേ തങ്കൃതിമാമഗ്നേ ഭാഗിനം കുരു. ഇപ്രകാരം ഭാഗ്യസൂക്തം കൊണ്ട് ഒരു 18 ദിവസം ജലഗന്ധപുഷ്പധൂപതിവചനാന്തം സ്വസ്തികൽപ്പത്തിൽ ഭാഗ്യദേവതയെ പ്രതിഷ്ഠിച്ച് വൈഡൂര്യം എന്ന രത്നം മകനും സൂര്യഗായത്രി മന്ത്ര ഉച്ചാരണങ്ങൾ ചെയ്ത് മാണിക്യം എന്ന രത്നം മകളും ധരിക്കുക. യഥാവിധി യഥാകാലം യഥായോഗ്യം അർഹിക്കുന്നതും അവകാശപ്പെട്ടതും കഷ്ടപ്പെട്ടതിൻ്റെതുമായ വിദ്യാഭ്യാസത്തിൻ്റെതുമായ യഥാസമയത്ത് ജോലി, കാലോചിതപരമായ ശമ്പളം, യഥാസമയത്ത് കല്യാണം, സൽസന്താനാഭിവൃദ്ധി എന്നിവ ഒട്ടും കുണ്ഠിതമന്യേ വ്യസനമന്യേ രണ്ടുപേർക്കും നടക്കുന്നതാണ്. ഈ പറഞ്ഞ പ്രതിവിധികളും ചെയ്തുകൊള്ളുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക.